ലേഡീസിന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ചിരിക്കുന്ന നല്ല പടമാണ്. ഇന്റർവെൽ വരെ അടിപൊളിയാണ്. ഇന്റർവെൽ കഴിഞ്ഞും കുഴപ്പമില്ല. ചിപ്പിയാണെങ്കിലും റെഗുലർ ആർട്ടിസ്റ്റ് നീലയുടെ ഒരു വെറൈറ്റി സംഭവം ഇൻട്രോൾ ചെയ്തിട്ടില്ല. ഫുൾ ഓൺ എന്റർടൈൻമെന്റ് ആണ്. ഫുൾ ആ ഒരു ഇത്രയും സമയം ചിരിക്കാതെ കണ്ടു തീർക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. വെരി ഹാപ്പി. നല്ല കൈയടക്കത്തോടു കൂടി ചെയ്തിട്ടുണ്ട്. കയ്യിൽ നിന്ന് പോകാൻ സാധ്യതയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര അച്ചടക്കത്തോടു കൂടി പുള്ളി നല്ല രസമായിട്ട് ഹാൻഡിൽ ചെയ്തു. നല്ല ഫൺ മൂവി, അടിപൊളി. എൻജോയ് ചെയ്യാൻ പറ്റും ഫാമിലി ആയിട്ട്. കുറെ ചിരിക്കാനുണ്ട്. നല്ല മൂവി. ഒരു കുസൃതി സാധനം, ഒരു ഫൺ സാധനം. മോനായിട്ട് നന്നായി ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. നല്ല കൈയടക്കത്തോടു കൂടി സാധനം ചെയ്തു. നന്നായിട്ട് സ്റ്റാർട്ടിങ് ഇപ്പം റിവ്യൂസിലും ഒക്കെ കണ്ട് ഉള്ള ഒരു കാര്യമേ അല്ല. ആക്ച്വലി ലാസ്റ്റ് ഒരുപാട് റിവീൽ ആവുന്നുണ്ട് ഫിലിമിനെ പറ്റി. ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആൻഡ് വിനീതും മോൻചേട്ടും ഒക്കെ അടിപൊളി ചെയ്തിട്ടുണ്ട്. വെരി ഹാപ്പി. നമ്മളൊക്കെ അഭിനയിച്ച പടമായതുകൊണ്ട് നിങ്ങളല്ലേ പറയുന്നത്. പടം ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനൊന്നുമില്ല. ഡയറക്ഷൻ തന്നെ ഇഷ്ടം. പക്ഷെ ഇത് രാജേഷേട്ടനും സാറും വിനീതൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് ചെയ്തൊരു പടം. പക്ഷെ ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. കണ്ടപ്പോഴും നന്നായി ചിരിച്ചു. ഇപ്പോഴാണ് ഫുള്ള് പടം ഒരുമിച്ചിരുന്ന് കാണുന്നത്. ഇതിൽ കൂടുതലും നമ്മളെ ആൾക്കാരായിരുന്നു, നമ്മൾ വിളിച്ച ആൾക്കാരായിരുന്നു. ഇനി ഒന്ന് പോയി വനിതാ വിനീതല്ലോ അങ്ങനെ ഒരു ഫുൾ സിംഗിൾ സ്ക്രീനിൽ പോയി കാണും. താങ്ക് യു. Comedy வந்து work out ஆகணும். So we tried to work on the comedy stuff very importantly, and of course I got a lot of help from Vineet, Rakesh Shetan and Mohan sir. So I think it has come out really good. We all enjoyed it. Thank you. കുറെ നാളുകളായിട്ട് നമുക്ക് ഫൺ മോഡിലുള്ള ഒരു പടം ഇല്ലാതിരിക്കുകയാണ്. അപ്പൊ ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന, ഫാമിലി ആയിട്ട് വന്ന് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന പടമാണ്. വിനീതേട്ടൻ നല്ല രസമായിട്ടുണ്ട്. പിന്നെ മോഹനേട്ടന്റെ എല്ലാ പടങ്ങളും പോലെ തന്നെ ഇതൊരു ഹിറ്റ് ആവട്ടെ. പടം നന്നായിട്ടുണ്ട്. കോമഡിയാണ്, ഹിറ്റാണ്, സാധനം ഹിറ്റാണ്. വിനീതിന്റെ നല്ല പെർഫോമൻസ് ആണ്. എല്ലാവരും മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ആ ഫാമിലിക്ക് 100% കയറാം. അത്ര ഹിറ്റാണ് സാധനം. ശ്രീനിവാസന്റെ 100% വിനീത് ശ്രീനിവാസൻ പടം കോമഡി നല്ലതായിട്ട് വർക്കായിട്ടുണ്ട്. ഇന്റർവെല്ലൊക്കെ വരെ നല്ലപോലെ ചിരിക്കാനുണ്ട്. ഇന്റർവെല്ലിൽ ചെറിയൊരു ലാഗ് തോന്നി, എന്നാലും അവസാനമായപ്പോഴത്തേക്ക് പടം ശരിയായി, കുഴപ്പമൊന്നുമില്ല. നല്ലൊരു പടം, നല്ലൊരു കോമഡി ഫാമിലി മൂവി. വിനീതിന്റെ പടം 100% വിനീത് പടം. വിനീത് ആയതുകൊണ്ട് ആദ്യം തൊട്ട് അവസാനം വരെ വിനീതില്ലാത്തൊരു സീൻ പോലും ഇല്ല. അതുപോലെയാ ഇപ്പൊ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, പെണ്ണ് കിട്ടാത്ത ഒരു വിഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഇതാണ് കാണിക്കുന്നത്. കുഴപ്പമില്ല, നല്ലപോലെ അത് കോമഡി ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. കോമഡി, നല്ലൊരു കോമഡി സിനിമ, ഫാമിലി കോമഡി മൂവി. കുഴപ്പമില്ല, നല്ലത്. ഇരിക്കാനുണ്ട്. ഒരു ഫൺ മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് വിനീത് ശ്രീനിവാസൻ പെർഫോമൻസ്. ഓഫ് കോഴ്സ് ഒരു പഴയ ശ്രീനിവാസന്റെ കാലഘട്ടത്തിലെ ഒരു കോമഡി സാധനങ്ങളൊക്കെ വിനീത് ശ്രീനിവാസന്റെ കയ്യിൽ നിന്ന് ഇടുന്നുണ്ട്. പിന്നെ ഇത് പ്രസന്റ് ലൈഫിൽ റിലയബിൾ ആയിട്ടുള്ള സ്റ്റോറി ആയിട്ടാണ് പറഞ്ഞു പോകുന്നത്. പെണ്ണ് കിട്ടാത്തത് എന്തുകൊണ്ടാണെന്നും അതിന്റെ ജാതകം ശരിയാകാത്തതുകൊണ്ട് ജാതകം ശരിയായാലും എന്തുകൊണ്ട് പെണ്ണ് കിട്ടുന്നില്ല എന്നും പലരുടെയും കണ്ടീഷൻസ് കാരണമാണ്. അങ്ങനെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വെച്ചിട്ടാണ് പോണത്. അപ്പൊ അത് പെണ്ണ് കിട്ടാത്തവർക്ക് ഈ പടം കാണുമ്പോ ചിരിയാണോ കരച്ചിലാണോ വരുന്നത് പറയാൻ പറ്റത്തില്ല. അത് ആക്ച്വലി ഇതൊരു ആക്സിഡന്റൽ സംഭവമാണ്. അപ്പൊ നേരത്തെ നമ്മൾ വേറൊരു സബ്ജക്റ്റാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പൊ ആ സബ്ജക്ട് വർക്ക്ഔട്ട് ആവാത്തപ്പോ അൺഎക്സ്പെക്ടഡ്ലി കയറി വന്നൊരു സബ്ജക്റ്റാണ്. അപ്പോ അതൊരു ജസ്റ്റ് ഒരു ആക്സിഡന്റ് ആയിട്ട് കയറി വന്നതാണ്.